ഹലോ ഗൈസ്, SLC ഫിസിക്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റെഡി അല്ലേ? അപ്പൊ നമ്മൾ ഫസ്റ്റ് രണ്ട് വീഡിയോസിൽ ചെയ്തത് എന്താണ്? ഓരോ ചാപ്റ്ററിലെയും പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. റെഡി അല്ലേ? അപ്പോൾ ഫസ്റ്റ് രണ്ട് ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തേർഡ് വീഡിയോ, അതായത് തേർഡ് ചാപ്റ്ററിന്റെ ഡിസ്കഷൻ ആണ്. റെഡി അല്ലേ? നമുക്ക് ഒരു ഷോർട്ട് വീഡിയോ വിത്ത് മാക്സിമം കണ്ടന്റ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഓൺ ടു ക്വസ്റ്റ്യൻ ലോസ് തുടക്കം. റെഡി അല്ലേ? നോക്കിയേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. When there is a change in the magnetic flux linked with a conductor and EMF is induced, അല്ലെ? അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെഡി അല്ലേ? നെയിം ദ ഫിനോമിനൻ. ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൽ മാറ്റം ഉണ്ടാകുമ്പോൾ അതിലൊരു EMF പ്രേരണം ചെയ്യപ്പെടുന്നു. അല്ലെ? എന്താണ് EMF പ്രേരണം ചെയ്യപ്പെടുന്നു. ആ പ്രതിഭാസത്തിന്റെ പേരെന്താണ്? അല്ലെ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? അതായത് വൈദ്യുത കാന്തിക പ്രേരണം. എന്താണ് വൈദ്യുത കാന്തിക പ്രേരണം? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഈ ചാപ്റ്ററിന്റെ ഹെഡിങ് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. റെഡി അല്ലേ? നോക്കിയേ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. AC generators are used in the power station in our country. അല്ലെ? നമുക്ക് അറിയണമാണ് അല്ലെ, AC generators ആണ് നമ്മൾ എന്ത് ചെയ്യുക, പവർ സ്റ്റേഷനിൽ യൂസ് ചെയ്യുക. വാട്ട് ഈസ് ദ വോൾട്ടേജ് പ്രൊഡ്യൂസ് ഇൻ ദ ജനറേറ്റേഴ്സ്? നമ്മുടെ രാജ്യത്ത് പവർ സ്റ്റേഷനുകളിൽ എന്താണ്, AC ജനറേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അറിയുന്ന കാര്യമാണ്. നമ്മുടെ പവർ സ്റ്റേഷനുകളിൽ ജനറേറ്ററുകളിൽ എന്താണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര വോൾട്ടിലാണ്? അല്ലെ? ഹൗ മച്ച് വോൾട്ടേജ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ചോദ്യം. റെഡി. രണ്ടാമത് എന്താ, വാട്ട് ഡു യു മീൻ ബൈ ട്രാൻസ്മിഷൻ ലോസ്? എന്നാ ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രേഷണ നഷ്ടം. അല്ലെ? അതായത് എന്താണ്, കറണ്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആകുമ്പോൾ ആ കണ്ടക്ടിങ് പാത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, എനർജി ലോസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതെന്താണെന്നാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എന്താ, ഈ പ്രേഷണ നഷ്ടം അല്ലെങ്കിൽ എന്താണ് ഈ പ്രേഷണ നഷ്ടം, അതായത് എനർജി ലോസ് എങ്ങനെ കുറക്കുക? ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. നമുക്ക് ഡിസ്കസ് ചെയ്താലോ? സിമ്പിൾ ആണ്. ഹൗ മച്ച് വാല്യൂ ഓഫ് വോൾട്ടേജ് നമ്മൾ പറയാറുണ്ട്, എന്താണ് 11 kV വയർ എന്നൊക്കെ പറയാറില്ലേ, 11 kV ലൈൻ എന്നൊക്കെ. അപ്പൊ നമുക്ക് മനസ്സിലായി 11 kV എന്താ, കിലോ അല്ലെ? K എന്ന് പറഞ്ഞാൽ കിലോ അല്ലെ? ദാറ്റ് ഈസ് 11,000 വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. റെഡി അല്ലേ? എന്താണ് എനർജി ലോസ്, എന്താണ് പ്രേഷണ നഷ്ടം എന്നാണ് അടുത്ത ചോദ്യം അല്ലെ. ഇസ് ലോസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അല്ലെ? ഏത് എനർജി രൂപത്തിൽ അത് നഷ്ടപ്പെടുക? ഹീറ്റ്. വൈൽ പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദി ട്രാൻസ്മിഷൻ ലൈൻ. റെഡി അല്ലേ? നോക്കിയേ, പവർ സ്റ്റേഷനിൽ നിന്നും വൈദ്യുതോർജ്ജം പ്രേഷണ ലൈനിലൂടെ വിതരണ കേന്ദ്രത്തിലേക്ക് അയക്കുമ്പോൾ താപരൂപത്തിൽ വൈദ്യുതോർജ്ജം നഷ്ടപ്പെടുന്നതിനെയാണ് പ്രേഷണ നഷ്ടം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം സിമ്പിൾ ആണ്. ഇനി ഇതെങ്ങനെ ട്രാൻസ്മിഷൻ ലോസ് എങ്ങനെ കുറക്കുക? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ വോൾട്ടേജ് യൂസ് ചെയ്യുന്നത് അല്ലെ? അതായത് 11,000 വോൾട്ട് ആണ് എന്ത് ചെയ്യുന്നത്, അത്രയും ഹൈ വോൾട്ടേജ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഒറ്റ കാരണത്തിലുള്ള മക്കൾ എന്താണ്, എനർജി ലോസ് കുറക്കണം, പ്രേഷണം നഷ്ടം എന്ത് ചെയ്യണം, കുറക്കണം. റെഡി അല്ലേ? സിമ്പിൾ അല്ലേടാ? ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ? നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. റൈറ്റ് എനി ടു മെത്തേഡ് ടു പ്രൊവൈഡ് ഫസ്റ്റ് എയ്ഡ് ഇൻ കേസ് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താ, ഇലക്ട്രിക് ഷോക്ക് അതുപോലെ തന്നെ ലൈറ്റിങ്, അതിലൊക്കെ ഫസ്റ്റ് എയ്ഡ് കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. റെഡി അല്ലേ? സിമ്പിൾ ആണല്ലോ? ഓക്കെ, നമുക്ക് പഠിക്കാം. എന്താ, ഒന്ന് മസാജ് ദ ബോഡി, സെക്കൻഡ് എന്താ, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക അല്ലെ? എന്താണ് ദെൻ ഗീവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. റിക്വയർഡ് ആണെങ്കിൽ മാത്രം എന്താണ്, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊണ്ട് കൊടുക്കുക അല്ലെ? ഒരു വ്യക്തിക്ക് വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ നൽകേണ്ട പ്രാഥമിക ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം അല്ലെ? എന്തൊക്കെയുണ്ട്? ഒന്ന്, ശരീര താപനില ഉയർത്തുന്നതിനായി എന്ത് ചെയ്യേണ്ടത്, ഷോക്ക് ഏറ്റ ആളുടെ ശരീരം അമർത്തി തിരുമുക അല്ലെ? അപ്പൊ എന്ത് ചെയ്താൽ മതി, മസാജ് ചെയ്താൽ തന്നെ ബോഡി ടെമ്പറേച്ചർ കൂടും. റെഡി അല്ലേ? ഇനി ആവശ്യമെങ്കിൽ കൃത്രിമ ശ്വാസം എന്ത് ചെയ്യണം, നമ്മൾ നൽകേണ്ടതാണ് അല്ലെ? ഒരു ജനറൽ അവയർനെസ് കൂടെയുള്ള ഒരു പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണല്ലോ? നോക്കിയടാ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നോക്ക്, എ കണ്ടക്ടർ AB ഈസ് പ്ലേസ്ഡ് അല്ലെ? നോക്കിയേ, AB എന്ന് പറഞ്ഞ ഒരു കണ്ടക്ടർ ആണ്. റെഡി. ആ കണ്ടക്ടർ എവിടെയാ വെച്ചുള്ളത്, ഒരു മാഗ്നറ്റിന്റെ ഉള്ളിൽ അല്ലെ? മാഗ്നറ്റിക് സൗത്ത് ഉണ്ട്, മാഗ്നറ്റിക് നോർത്ത് ഉണ്ട്. റെഡി അല്ലേ? ഇനി ഇഫ് യു ആർ മൂവിങ് ദ കണ്ടക്ടർ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ? റെഡി അല്ലേ? ദെൻ വാട്ട് വിൽ ബി ദി ഡയറക്ഷൻ ഓഫ് ദി കറന്റ്? റെഡി അല്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ, ഇഫ് ഇൻ ഇലക്ട്രിക് കറന്റ് പാസസ് ഫ്രം A to B, എയിൽ നിന്ന് ബിയിലോട്ട് കറന്റ് പോയാൽ വാട്ട് വിൽ ബി ദി ഡയറക്ഷൻ ഓഫ് ദ കണ്ടക്ടർ വിൽ മൂവ്? അതായത് രണ്ട് ലോസ് ഇവിടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, രണ്ട് ലോസ് യൂസ് ചെയ്താലാണ് നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടുക. നോക്കി, ഫസ്റ്റ് ചോദ്യം എന്താ നോക്കിയേ, ഒന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. എന്താണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ? എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വരുന്ന ഭാഗം. റെഡി അല്ലേ? വാട്ട് വിൽ ബി ദി ഡിറക്ഷൻ ഓഫ് ദ കറന്റ്? ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്താൽ നമുക്ക് കിട്ടും എന്താണ്, ഡിറക്ഷൻ ഓഫ് ദ കറന്റ് ഈസ് ഫ്രം B to A. എന്താണ് B to A? അതെന്താ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്താ, സിമിലർ ആണ് അല്ലെ? BI തന്നെയാണ് അല്ലെ? കറന്റ് ഇവിടെ ഇൻഡ്യൂസ്ഡ് കറന്റ് ആണ് എന്ത്, I. അതാണ് അവിടുത്തെ റിസൾട്ട് ഉണ്ട്. റെഡി അല്ലേ? റെഡി അല്ലേടാ? ഇനി ഇവിടുത്തെ ഫോഴ്സ് നോക്കിയടാ, ഇവിടെ നമ്മൾ മൂവ് ചെയ്യുന്നത് അല്ലെ, ഇവിടെ മോഷൻ ചെയ്യുന്ന മൂവ്മെന്റ് ഉണ്ടാക്കുന്നതാണ് എന്ത്, തമ്പിൽ വരേണ്ടത്. ഫോർ ഫിംഗറിൽ എന്ത് തന്നെയാണ്, മാഗ്നറ്റിക്
ഫീൽഡ് തന്നെയാണ്. റെഡി അല്ലേ? അപ്പൊ ഇവിടെ മൂവ്മെന്റ് എന്ത് ചെയ്യണം? തമ്മിൽ കൊടുക്കണം. ആ ഫോർ ഫിംഗറിൽ എന്ത് കൊടുക്കണം മക്കളെ? മാഗ്നറ്റിക് ഫീൽഡും ദെൻ നമ്മുടെ ഇൻഡ്യൂസ്ഡ് കറന്റ് അല്ലെ, നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറന്റ് ആണ് എന്ത് ചെയ്യുക? നമ്മുടെ മിഡിൽ ഫിംഗർ തരിക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. റെഡി അല്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? ഔട്ട്വേർഡ് ആണ്. അതിന് ഏത് ലോ യൂസ് ചെയ്യുന്നുണ്ട്? ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള്. സിമ്പിൾ അല്ലേ? നോക്കിയടാ, സിമ്പിൾ അല്ലേ? അതായത് ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താന്ന് നോക്കിയേ, നിങ്ങൾ ചാലകത്തെ ധ്രുവങ്ങൾക്കിടയിലൂടെ പുറത്തേക്ക് ചലിപ്പിച്ചാൽ വൈദ്യുതി പ്രേരണം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റെഡി അല്ലേ? ഇനി ഇതേ ചാലകത്തിലൂടെ വൈദ്യുതി എയിൽ നിന്ന് ബിയിലേക്ക് പ്രവഹിച്ചാൽ ചാലകത്തിന്റെ ചലന ദിശ ഏതായിരിക്കും? അല്ലെ, അതായത് ഫ്ലെമിങ്സിന്റെ വലത് നിയമം, അതായത് അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇടതുകൈ നിയമം നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. റെഡി അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകും മക്കളെ. നോക്കിയേ, ടു സ്റ്റേജസ് ടു സ്റ്റേജസ് ഓഫ് എൻ എക്സ്പെരിമെന്റ് കണ്ടക്ടഡ് വിത്ത് എ സോളിനോയിഡ് ആൻഡ് എ മാഗ്നറ്റ് ഈസ് ഓൺ ഫിഗർ. അല്ലെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ഫിഗർ തന്നെയാണ് വെച്ച് നമ്മളോട് ചോദിച്ചുള്ളത്. റെഡി? ഇനി നമ്മളോട് ചോദിച്ചത് ഇൻ വിച്ച് സ്റ്റേജ് ദ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കുന്ന ചില സ്റ്റേജുകൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? എപ്പോഴാണ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കുക? നമുക്കൊരു ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ പ്രസൻസ് ഉണ്ടെന്ന് അറിയുമ്പോഴാണ് എന്ത് ചെയ്യുക? അല്ലെ, എന്നിട്ട് ഗാൽവനോമീറ്ററും എമ്മീറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടും കറന്റ് ഉണ്ടാന്ന് അറിയാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഗാലമീറ്റർ മക്കളെ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. എമ്മീറ്റർ ആണെങ്കിലോ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. രണ്ടും കണക്ട് ചെയ്യേണ്ടത് എന്താണ്? സീരീസിലാണ്. ഡൗട്ട് ഇല്ലല്ലോ? ഈസി അല്ലേടാ? ഇനി നോക്കിയേ, രണ്ടാമത്തെ ചോദ്യം എന്താ? എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദ ഡിഫ്ലക്ഷൻ ഇൻ ഗാൽവനോമീറ്റർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ദാറ്റ് യു ഹാവ് ലേൺ. എന്താ പ്രിൻസിപ്പിൾ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലേ? എന്താണ്? അതായത് ദ ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ദ കോയിൽ ചേഞ്ച് ചെയ്താൽ എന്തായിരിക്കും? എ കറന്റ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവും. അല്ലെ, ഇ എം എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ഉണ്ടാവും. വോൾട്ടേജ് ഉണ്ടാവും, ഉറപ്പായിട്ട് എന്തുണ്ടാവും? കറന്റ് ഉണ്ടാവും. ഇനി റൈറ്റ് ടു ഡിവൈസ് ദാറ്റ് വർക്ക് ഓൺ ദിസ് പ്രിൻസിപ്പിൾ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ ഇവിടെ ചോദിച്ചാൽ എന്താ? ഇവിടെ ഏതിലാണ് എന്തുണ്ടാവുക? ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ. ഇവിടെ നോക്കിയേ, ഫസ്റ്റത്തെ ഫിഗർ നോക്കിയേ, അവിടെ മൂവ്മെന്റ് ഇല്ല, ഫ്ലക്സ് ചേഞ്ച് ഇല്ല. ഇവിടെ എന്താ? ഇവിടെ മൂവ്മെന്റ് ഉണ്ട്, ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് കോയിൽ മാറുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ട്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാവും. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫിഗർ ബിയിലാണ് ഇൻഡ്യൂസ്ഡ് കറന്റ് ഉള്ളത്. റെഡി? ഇനി നോക്കിയേ, when magnet is moved, there is a change in the flux in the magnetic flux linked with the coil, then current will be induced according to the electromagnetic induction. ഇനി നമ്മളോട് ചോദിച്ച രണ്ട് ഡിവൈസ് എന്തൊക്കെയാണ്? ഒന്ന് ജനറേറ്ററും, രണ്ട് മൂവിംഗ് കോയിൽ മൈക്രോഫോണും. റെഡി അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. റെഡി ആണല്ലോ? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണല്ലേ? ചിത്രം ബിയിലാണ്. ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് വ്യത്യാസമുണ്ടാകുമ്പോൾ എന്താണ്? വൈദ്യുത കാന്തക പ്രേരണത്തിലൂടെ ചാലകത്തിന്റെ വൈദ്യുതി പ്രേരണം നഷ്ടപ്പെടുന്നു. അതാണ് അതിന്റെ രണ്ട് എക്സാമ്പിൾ ആണ് ജനറേറ്ററും മൂവിംഗ് കോയിൽ മൈക്രോഫോണും. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രീവിയസിൽ വന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. റെഡി അല്ലേ? ഈ അവസാനത്തെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച് എന്താണ് കൺസെപ്റ്റ് പക്കായിട്ട് പോകണം അല്ലേ? എക്സാം എപ്പോഴും ഈസി ആവണമെന്നുണ്ടോ? റെഡി അല്ലേ? നോക്കി, നിങ്ങളെ സീനിയർ ബാച്ചിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സാം നല്ല കൺസെപ്റ്റുവൽ ആയി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യുക? മാക്സിമം കാര്യങ്ങൾ നോക്കിയിട്ട് തന്നെ എക്സാമിന് പോവുക. റെഡി അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. നോക്കിയേ, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നോക്കി, ഇവിടെ ബൾബ് B1 ഉം B2 ഉം കൊടുത്തിട്ടുണ്ടല്ലോ. B1 ആൻഡ് B2 ആർ ഐഡന്റിക്കൽ ബൾബ് അല്ലെ? അവിടെ ഈ ഐഡന്റിക്കൽ എന്ന് പറയുന്നത് സെയിം ബൾബുകളാണ് നമ്മൾ B1 ഉം B2 എന്ന് പറഞ്ഞത്. ഇനി ഈ കോയിലിന്റെ ഇടയിൽ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട് മക്കളെ? ഒരു സോഫ്റ്റ് അയൺ കോർ വെച്ചിട്ടുണ്ട്. റെഡി? ഇനി നമ്മളോട് ചോദിച്ചത് വിച്ച് ബൾബ് വിൽ ഗ്ലോ ഇൻ ദ സർക്യൂട്ട്. ഈ സർക്യൂട്ടിലൂടെ ഏത് ബൾബാണ് എന്ത് ചെയ്യുക? ഗ്ലോ ചെയ്യാന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താ? ഇഫ് ദ ബാറ്ററി ഇൻ ദ സർക്യൂട്ട് ഈസ്. നോക്കിയേ, ഇവിടെ ഒരു ബാറ്ററി ഉണ്ട് അല്ലേ? അതായത് ഈ സർക്യൂട്ടിൽ ഒരു ബാറ്ററി ഉണ്ട്, രണ്ടാമത്തെ സർക്യൂട്ടിൽ എന്തില്ല മക്കളെ? ബാറ്ററി ഇല്ല. റെഡി? ഇഫ് ദ സർക്യൂട്ട് ഈസ് റീപ്ലേസ്ഡ് ബൈ എൻ AC സോഴ്സ് ഓഫ് ദ സെയിം വോൾട്ടേജ്, വാട്ട് ചേഞ്ച് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ദ വർക്കിംഗ് ഓഫ് ദ ബൾബ്? എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദിസ് ചേഞ്ച്. അല്ലേ? അപ്പൊ നോക്കിയേ, സിമ്പിൾ ആണ്. നോക്കിയേ, ബൾബ് B1 ആണ് എന്ത് ചെയ്യുക? നോക്കിയേ, ഈ കേസിൽ ഏത് മാത്രമേ ഗ്ലോ ചെയ്യുള്ളൂ? B1. കാരണം എന്താ? B1ൽ എന്തുണ്ട്? ഒരു സോഴ്സ് ഉണ്ട് അല്ലെ? ഒരു എന്താണ്? വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. വോൾട്ടേജ് സോഴ്സ് ആരാ ഇവിടെ? അതായത് ഇവിടെ ഓൾറെഡി ഒരു ബാറ്ററി ഉണ്ട് അല്ലെ? അല്ലെങ്കിൽ ഒരു സെല്ല് ഉണ്ട്. റെഡി അല്ലേ? അപ്പോ ഗ്ലോ ചെയ്യാൻ പോകുന്നത് എന്താണ്? B1 എന്ന് പറഞ്ഞ ബൾബാണ്. ഇനി നമ്മളോട് ചോദിച്ചത് ഇവിടെ ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ട് ഒരു AC വോൾട്ടേജ് സോഴ്സ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ചേഞ്ച് ആണ് അവിടെ ഉണ്ടാവുക എന്നാ ചോദിച്ചത്. റെഡി അല്ലേ? അങ്ങനെ ബൾബ് അതായത് AC സോഴ്സ് കൊടുത്താൽ എന്താ? നോക്കിയടാ, അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ ബാറ്ററി ആണെങ്കിൽ ആദ്യത്തെ കേസിൽ എന്തായിരുന്നു? ബാറ്ററി ആണ്. ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കോൺസ്റ്റന്റ് വോൾട്ടേജ് സപ്ലൈ ആണ്. എന്താണ്? കോൺസ്റ്റന്റ് വോൾട്ടേജ് സപ്ലൈ അല്ലെ? എന്താണ്? കോൺസ്റ്റന്റ് വോൾട്ടേജ് സപ്ലൈ. ഇനി AC സോഴ്സ് ആണെങ്കിൽ എന്താ മക്കളെ? AC സോഴ്സ് എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റിംഗ് കറന്റ് സോഴ്സ് അല്ലേ? ദാറ്റ് മീൻസ് വേരിയബിൾ. എന്താണ്? ദാറ്റ് മീൻസ് വേരിയബിൾ വോൾട്ടേജ് സപ്ലൈ. എന്താണ്?
വേരിയബിൾ വോൾട്ടേജ് സപ്ലൈ അല്ലെ? ഡൗട്ടില്ല മക്കളെ? വേരിയബിൾ വോൾട്ടേജ് സപ്ലൈ അല്ലേ? സോ നമുക്ക് മനസ്സിലായി എന്താണ് ഇവിടെ ഈ സമയത്ത് എന്താ വേരിയബിൾ വോൾട്ടേജ് സപ്ലൈ എന്ന് പറഞ്ഞാല് എന്തുണ്ടാവും അവിടെ ചേഞ്ച് ഉണ്ടാവില്ല. എവിടെ ഉണ്ടാവണം ഫ്ലെക്സിൽ എന്തുണ്ടാവും ചേഞ്ച് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലെക്സ് ലൈൻസ് എവിടെ വരുവാടാ? ഈ ഫ്ലെക്സ് ലൈൻസ് അടുത്ത കോയിലിനായിട്ട് എന്ത് ചെയ്യും? അവിടെ ഒരു ഇൻഡ്യൂസ് EMF ഇൻഡ്യൂസ് കറന്റും വരും. അത് കാരണം രണ്ട് ബൾബ് എന്ത് ചെയ്യും മക്കളെ? ഗ്ലോ ചെയ്യും. റെഡി അല്ലേ? സിമ്പിൾ അല്ലേടാ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. റെഡി അല്ലേ? ഇപ്പൊ സർക്യൂട്ടിൽ പ്രകാശിക്കുന്ന ബൾബ് ഏതാന്ന് വെച്ചാല് B1 ആണ്. റെഡി അല്ലേ? സർക്യൂട്ടിലെ DC സ്രോതസ് മാറ്റി സമാന വോൾട്ടേജുള്ള AC സ്രോതസ് ഘടിപ്പിച്ചാൽ എന്താ സംഭവിക്കുക മക്കളെ? അവിടെ AC വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ട് വരുന്നത്. ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? രണ്ട് ബൾബുകൾ എന്ത് ചെയ്യുന്നുണ്ടടാ? രണ്ട് ബൾബുകളും ഇവിടെ വർക്ക് ചെയ്യും അല്ലെങ്കിൽ ഗ്ലോ ചെയ്യും. റെഡി അല്ലേ? സിമ്പിൾ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. റെഡി. സെക്കൻഡറി കോയിൽ ഓഫ് എ ട്രാൻസ്ഫോമർ ഹാസ് ഡബിൾ ദ ടേൺസ് ദാൻ ദാറ്റ് ഓഫ് ദി പ്രൈമറി കോയിൽ. അതായത് പ്രൈമറി കോയിലിന്റെ NP ആണെങ്കിൽ ആ സെക്കൻഡറി കോയിൽ എന്ന് പറയുന്നത് എന്താണ്? 2 ടൈംസ് നമ്പർ ഓഫ് പ്രൈമറി കോയിൽ ആണ്. റെഡി. ഇതാണ് ഇവർ തന്നുള്ള കണ്ടീഷൻ. ഇനി ഇഫ് ദ വോൾട്ടേജ് അപ്ലൈസ് ഇൻ ദ പ്രൈമറി വോൾട്ടേജ് അല്ലെ? ഒരു പ്രൈമറി വോൾട്ടേജ് തന്നിട്ട് എത്രയാണ്? 25 വോൾട്ട് ആണ്. ഇങ്ങനെയാണെങ്കിൽ സെക്കൻഡറി വോൾട്ടേജ് അല്ലേ മക്കളെ ചോദ്യം? സിമ്പിൾ ആണല്ലോ. നോക്കിയേ അതെങ്ങനെയാ നമ്മൾ കണ്ടെത്തേണ്ടത്? നോക്കിയേ ഇത്ര ഉള്ള കാര്യം നോക്കിയേ. അതായത് ഇവിടെ ചേഞ്ച് എന്താ? ഇവിടെ നമുക്ക് അറിയാവുന്ന നേരത്തെ അതേപോലത്തെ കേസ് തന്നെ അല്ലെ? എന്താണ് നേരത്തെ അതേപോലത്തെ കേസ് തന്നെ നമുക്ക് ഇവിടെ റിലേഷൻ ആയിട്ട് വരിക. അതായത് എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? 50 വോൾട്ട്. ഇങ്ങനെ 50 വോൾട്ട് വന്നത് നമുക്ക് നോക്കാം. റെഡി അല്ലേ? ഇപ്പൊ നോക്കിയേ അതായത് ഇവിടെ നമുക്ക് തന്നുള്ളത് വോൾട്ടേജ് പ്രൈമറി. നോക്കിയേ വോൾട്ടേജ് നോക്കി നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറി ഈസ് 2 ടൈംസ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി അല്ലെ? നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറിയുടെ ഇരട്ടിയാണ് എന്ത്? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി. അപ്പൊ ഇവിടെ എന്താ റിലേഷൻ നോക്കിയേ? ഇങ്ങനെയാണ് റിലേഷൻ വരുന്നത്. വോൾട്ടേജ് പ്രൈമറി ബൈ വോൾട്ടേജ് സെക്കൻഡറി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് പ്രൈമറി ബൈ നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറി. ഈ റിലേഷനിൽ യൂസ് ചെയ്താൽ മതി. സിമ്പിൾ ആണല്ലോ. നമ്മളോട് ചോദിച്ചത് എന്താ? നമുക്ക് വേണ്ടത് വോൾട്ടേജ് പ്രൈമറി അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ് വോൾട്ടേജ് സെക്കൻഡറി അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്ത് വരും? ദാറ്റ് ഈസ് NP/NS. എന്താണ് NP/NS? ഈ NP/NS എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടല്ലേ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ആണ്. 1/2 ഇൻറ്റു വോൾട്ടേജ് സെക്കൻഡറി എന്ന് പറഞ്ഞാൽ എന്താ? നോക്കിയേ നോക്കിയേ NP/NS എന്ന് പറഞ്ഞാൽ എന്താടാ? NP/NS എന്ന് പറഞ്ഞാൽ നോക്കിയേ നമ്പർ ഓഫ് ഇവിടെ തന്നുള്ളത് എന്താ? ഇഫ് ദ വോൾട്ടേജ് അപ്ലൈ പ്രൈമറി കോയിൽ ഈസ് 25. ഓക്കെ ദ സെക്കൻഡറി കോയിൽ ഹാസ് ഡബിൾ ടേൺസ് അല്ലെ? ഡബിൾ ടേൺസ് ദാറ്റ് ഓഫ് എ പ്രൈമറി. അങ്ങനെയാണെങ്കിൽ NP/NS എന്താടാ? NP/NS എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1/2 ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ 12.5 ആണ് വരിക. റെഡി അല്ലേ? അപ്പൊ മക്കളെ നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റെഡി. സെക്കൻഡറി കോയിൽ ഓഫ് എ ട്രാൻസ്ഫോമർ എന്താടാ? സെക്കൻഡറി കോയിൽ ഓഫ് എ ട്രാൻസ്ഫോമർ ഹാസ് ഡബിൾ ദ ടേൺസ് ദാറ്റ് ഓഫ് എ പ്രൈമറി കോയിൽ. റെഡി അല്ലേ? ഇങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ തന്ന കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതണം അല്ലെ? നമ്പർ ഓഫ് സെക്കൻഡറി ഇസ് ഈക്വൽ ടു 2 ടൈംസ് നമ്പർ ഓഫ് പ്രൈമറി. റെഡി അല്ലേ? ഇനി ഇഫ് ദ വോൾട്ടേജ് അപ്ലൈഡ് ഇൻ ദി പ്രൈമറി കോയിൽ ഇസ് 25 വോൾട്ട് അല്ലെ? വോൾട്ടേജ് പ്രൈമറി എത്രയാണ്? 25 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. റെഡി അല്ലേ? ഇങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ വോൾട്ടേജ് ഇൻ ദി സെക്കൻഡറി? എന്താണ് സെക്കൻഡറി വോൾട്ടേജ് എന്താണെന്നുള്ള ചോദ്യം. നമുക്ക് ഇവിടുത്തെ റിലേഷൻ അറിയാലോ. എങ്ങനെ റിലേഷൻ വരിക? നമ്പർ സെക്കൻഡറി ബൈ നമ്പർ ഇൻ ദ പ്രൈമറി കോയിൽ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് സെക്കൻഡറി ബൈ എന്താണ്? വോൾട്ടേജ് പ്രൈമറി. റെഡി അല്ലേ? ഇനി നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത് വോൾട്ടേജ് സെക്കൻഡറി അല്ലേ? അങ്ങനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ മക്കളെ. നമുക്ക് എന്ത് എഴുതാം? ഇക്വേഷൻ എന്ത് എഴുതാ പറഞ്ഞോ? ദാറ്റ് ഈസ് എന്താ? NS ബൈ NP ഇൻറ്റു VP ഇസ് ഈക്വൽ ടു എന്താണ്? VS അല്ലേ? നമുക്കിവിടെ വാല്യൂ കൊടുത്തൂടെ? NS എന്ന് പറഞ്ഞാൽ എന്താ? 2 ടൈംസ് NP അല്ലേ? ബൈ എന്തുണ്ട്? NP ഉണ്ട് ഇൻറ്റു VP അല്ലെ? ഇൻറ്റു VP എന്ന് പറഞ്ഞാൽ എന്താ? 25 ആണ്. ഇത് രണ്ടും ക്യാൻസൽ ആയി. 2 ഇൻറ്റു 25 എത്രയാടാ? 50 വോൾട്ട് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റെഡി അല്ലേ? അപ്പൊ കറന്റ് വോൾട്ടേജ് നമ്പർ ഓഫ് ടേൺസ് ഉള്ള റിലേഷൻ ചെയ്യാ പഠിച്ചു വെക്കുക. റെഡി അല്ലേ? സിമ്പിൾ അല്ലേടാ? ഇനി നോക്കിയാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് അറേഞ്ച്മെന്റ് കൺവേർട്സ് AC ഇൻഡ്യൂസ് ഇൻ ദ ആർമേച്ചർ ഓഫ് എ DC ജനറേറ്റർ ഇൻറ്റു DC അല്ലെ? അതായത് AC ഇൻഡ്യൂസ് ആയിട്ടുള്ളത് എന്ത് ചെയ്ത് DC ജനറേറ്റർ DCയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എന്താണ്? സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ അല്ലെ? കമ്മ്യൂട്ടേറ്റർ എന്താണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? ഏത് ടൈപ്പാണ്? സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. ഒരു DC ജനറേറ്ററിന്റെ ആർമേച്ചറിൽ പ്രേരണം ചെയ്യപ്പെടുന്ന AC വൈദ്യുതിയെ അല്ലെ? AC വൈദ്യുതിയെ എന്ത് ചെയ്യണം? ബാഹ്യ സർക്യൂട്ടിലേക്ക് DC ആക്കി നൽകുന്ന സംവിധാനത്തിന്റെ പേരാണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. റെഡി അല്ലേ? ഇനി നെക്സ്റ്റ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ വിച്ച് ഈസ് എ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി അല്ലെ? നമ്മുടെ KCB ഒക്കെ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാ? കിലോ വാട്ട് ഹവർ ആണ് അല്ലെ? അതായത് നമ്മുടെ വീട്ടില് 300 യൂണിറ്റ് 350 യൂണിറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? കിലോ വാട്ട് ഹവർ ആണ് അല്ലെ? വൈദ്യുതോർജ്ജത്തിന്റെ വ്യാവസായിക യൂണിറ്റ് ആണ് ഏതുള്ള? കിലോ വാട്ട് ഹവർ എന്ന് പറയുന്നത്. വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. റൈറ്റ് എനി 2 പ്രിക്വേഷൻസ് ടു ബി ടേക്കൺ ഇൻ ദി ഇലക്ട്രിക്കൽ ഷോക്ക്. വെരി ഇമ്പോർട്ടന്റ് മക്കളെ. പ്രിക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓരോ കേസിലെ പ്രിക്വേഷൻസ് എന്ത് ചെയ്യണം?
പ്രത്യേകം നമ്മൾ ഡിസ്കസ് ചെയ്ത് വെക്കണം. റെഡി. വൈദ്യുതാഘാതം ഏൽക്കാതിരിക്കാൻ എന്താണ് വൈദ്യുതാഘാതം ഏൽക്കാതിരിക്കാൻ പാലിക്കേണ്ട ഏതെങ്കിലും 2 മുൻകരുതലുകൾ ഏതാണെന്നാണ് പറഞ്ഞുള്ളത്. റെഡി അല്ലേ? ഒന്നെന്താ, അതായത് യൂസ് ഓഫ് MCB ഓർ ഫ്യൂസ് അല്ലെ, എന്താണ് MCB അല്ലെങ്കിൽ ഫ്യൂസ് നമ്മൾ യൂസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എന്താണ് റബ്ബർ ഫുട് വെയർ യൂസ് ചെയ്യുക വൈൽ ഓപ്പറേറ്റിംഗ് ദി ഇലക്ട്രിക്കൽ ഡിവൈസ് അല്ലെ. ഇലക്ട്രിക്കൽ ഷോക്ക് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് എന്താണ് റബ്ബർ ഡിവൈസുകൾ യൂസ് ചെയ്യല്, അതായത് റബ്ബർ ഫുട് വെയർ യൂസ് ചെയ്യുക. റെഡി. അപ്പൊ മക്കളെ ഇവിടെ നോക്കിയേ, എന്തൊക്കെയാണ്? ഒന്ന്, എർത്തിങ് ശരിയായ രീതിയിൽ കൊടുത്തിട്ടുണ്ടാവണം അല്ലെ. എർത്തിങ് ശരിയായ രീതിയിൽ നടത്തിയിട്ടുണ്ടെന്ന് എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. റെഡി അല്ലേ? രണ്ടെന്താ, സർക്യൂട്ടിൽ സുരക്ഷാ ഫ്യൂസ് MCB ELCB തുടങ്ങിയ ശരിയായ രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മുടെ സുരക്ഷ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെഡി അല്ലേ? അതുപോലെ തന്നെ നനഞ്ഞ കൈകൊണ്ട് വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അതുപോലെ സർക്യൂട്ടിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്ന അവസരത്തിൽ എന്ത് ചെയ്യണം? മെയിൻ്റനൻസ് സ്വിച്ച് അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഓഫ് ചെയ്യണം. റെഡി അല്ലേ? അതുപോലെ തന്നെ വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം? ചെരുപ്പുകൾ ഉപയോഗിക്കുക, എന്താണ് റബ്ബർ ഫുട് വെയർ ഒക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ എക്സാമിനും അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. റെഡി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, സം ക്യാരക്ടറിസ്റ്റിക് ഓഫ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. എന്താണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആർ ഗിവൺ അല്ലെ. ചില ക്യാരക്ടേഴ്സ്, ചില സവിശേഷ ഗുണങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ സെലക്ട് ദ സ്റ്റേറ്റ്മെന്റ് സ്യൂട്ടബിൾ ഫോർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അല്ലെ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന് മാത്രം ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ചേരുന്ന ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. റെഡി അല്ലേ? നോക്കിയേ, ഒന്ന് നോക്കിയേ, ഇതിൽ നമുക്ക് BCE എന്ന ഓപ്ഷൻസ് ആണ് നമുക്ക് എന്താണ് സ്റ്റെപ്പ് അപ്പ് കൺഫോമറിലേക്ക് വേണ്ടത് അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിലേക്ക് വേണ്ടത്. റെഡി. ഇനി പ്രൈമറി വോൾട്ടേജ് ഇസ് ഗ്രേറ്റർ ആണോ? പ്രൈമറി വോൾട്ടേജ് ആണോ ഗ്രേറ്റർ? അതെന്താണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലാണ്. ഇനി സെക്കൻഡറി വോൾട്ടേജ് ആണ് ഗ്രേറ്റർ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. റെഡി. ഇനി കറന്റ് ഇൻ ദ പ്രൈമറി കോയിൽ ഈസ് ഗ്രേറ്റർ ദാൻ ഇൻ ദി സെക്കൻഡറി കോയിൽ അല്ലേ? അതാണ് എന്ത്? പ്രൈമറി കോയിലിലെ കറന്റ് ആണ് ഇവിടെ എന്താ? കറന്റും വോൾട്ടേജും ഓപ്പോസിറ്റ് അല്ലേ മക്കളെ? ഇൻവേഴ്സ് റിലേഷൻ അല്ലേ? അപ്പൊ അതും കറക്റ്റ് ആണ്. സെക്കൻഡറി കോയിലിൽ ഗ്രേറ്റർ ആണെന്നുള്ള പറയുന്നത് എന്താണ്? തെറ്റാണ്. ഇനി തിക്ക് വയർ എവിടെ യൂസ് ചെയ്യേണ്ടത്? പ്രൈമറി കോയിലാണ്. കാരണം എന്താ? ഇറ്റ് ഈസ് സ്റ്റെപ്പ് അപ്പ് ആണ് അല്ലെ. സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ തിക്ക് വയർ യൂസ് ചെയ്യേണ്ടത് പ്രൈമറിയിലാണ്. തിക്ക് വയർ സെക്കൻഡറിയിലാന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ്? ഒബ്വിയസ്ലി തെറ്റാണ്. സിമ്പിൾ അല്ലടാ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റെഡി അല്ലേ? നമ്മൾ ഇവിടെ ഓൾറെഡി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിവിടെ പറയണം എന്നുള്ള കാര്യം നോക്കുക. അതായത് ഏതൊക്കെ കേസ് കമ്പയർ, കാരണം 2 സ്റ്റേറ്റ്മെന്റിലെ ഈ ഒരു സെറ്റിൽ ഒന്ന്, ഈ ഒരു സെറ്റിൽ ഒന്ന്, ഈ ഒരു സെറ്റിൽ ഒന്ന്, അങ്ങനെ 3 സെറ്റ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സെന്റൻസ് നമുക്ക് തന്നിട്ടുള്ളത്. റെഡി അല്ലേ? സിമ്പിൾ ആണല്ലോ. ഓക്കെ. വോൾട്ടേജ് കാര്യങ്ങൾ, അതുപോലെ തന്നെ കറന്റിന്റെ കാര്യം, അതുപോലെ തന്നെ നമ്മളുടെ വണ്ണത്തിന്റെ കാര്യമാണ് ഇവിടെ കമ്പയർ ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. നോക്കിയേ, എന്താ അടുത്ത ക്വസ്റ്റ്യൻ? നോക്കിയേ, ഒരു സ്കീമാറ്റിക് ഡയഗ്രാം തന്നിട്ടില്ല. സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ ജനറേറ്റർ ഇസ് ഗിവൺ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് എന്തൊക്കെ തന്നുള്ളത്. വിച്ച് ടൈപ്പ് ഓഫ് ജനറേറ്റർ? നോക്കിയേ, ഇതിൽ എന്താ സ്ലിപ്പ് റിംഗ് അല്ലടാ മക്കളെ തന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ചുകൂടാ അതെന്ത് ജനറേറ്റർ? AC ഓൾട്ടർനേറ്റിംഗ് കറന്റ് വരുന്നതാണ്. റെഡിയാണ്. നെയിം ദ പാർട്സ് ഇൻ ദിസ് ജനറേറ്റർ മാർക്ക്ഡ് ആസ് 1 2 3 4. 1 എന്താ മക്കളെ? നോർത്തും സൗത്തും കൊടുക്കണമെങ്കിൽ ഫീൽഡ് അല്ലേ? ഫീൽഡ് മാഗ്നറ്റ് അല്ലേ? 2 എന്താ? ആർമേച്ചർ ആണ്. 3 എന്താ? സ്ലിപ്പ് റിംഗ് ആണ്. എന്താടാ? സ്ലിപ്പ് റിംഗ് ആണ്. സ്പ്ലിറ്റ് റിംഗ് അല്ല, സ്ലിപ്പ് റിംഗ് ആണ്. ഇനി 4 എന്താ? 4 ബ്രഷ് ആണ്. സിമ്പിൾ ആണ്. ഈ ഓരോന്നിന്റെയും കോമ്പണൻസ് എന്ത് ചെയ്യുക? സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കുക. റെഡി അല്ലേ? ഇനി എന്താ? സ്റ്റേറ്റ് ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ജനറേറ്റർ. എന്താ വർക്കിംഗ് പ്രിൻസിപ്പിൾ? ഒന്നുമില്ല, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ആ പ്രിൻസിപ്പിൾ എന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാല് whenever there is change in the magnetic flux associated with the coil, there is an EMF induced. EMF induce ചെയ്ത് എന്ത് വരും മക്കളെ? കറന്റും ഇൻഡ്യൂസ്ഡ് ആവും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. റെഡി അല്ലേ? ഫീൽഡ് കാന്തമുണ്ട്, ആർമേച്ചർ ഉണ്ട്, സ്ലിപ്പ് റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രഷുകൾ ഉണ്ട്. റെഡി അല്ലേ? അതുപോലെ തന്നെ വൈദ്യുത കാന്തിക പ്രേരണം ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് വ്യത്യാസമുണ്ടാകുമ്പോൾ അതിലൊരു EMF പ്രേരിതമാവുകയും അങ്ങനെ പ്രേരിതമാവുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വൈദ്യുത കാന്തിക പ്രേരണം, എന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. റെഡി അല്ലേ? അപ്പൊ നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ഡയഗ്രം തന്നിട്ടല്ലേ? നമുക്ക് എക്സലിലെ ഡയഗ്രം തന്നെ എന്താണ്? ഒരു ലോങ് സോഴ്സിൽ നിന്ന് എന്താണ്? ഒരു പവർ സപ്ലൈ വരുന്ന ഡയഗ്രം ആണ്. വിച്ച് ഡിവൈസ് ഈസ് യൂസ് ടു മെഷർ ദി ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ഇൻ ദ ഹൗസ് ഹോൾഡ്? നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ നോക്കുക. നമ്മൾ മെയിൻ സ്വിച്ചിൽ തന്നെ അതിന് മുമ്പ് എന്തുണ്ടാവും? ഒരു കിലോവാട്ട് ഹവർ മീറ്റർ ഉണ്ടാവും അല്ലെ? അതായത് നമ്മൾ KCB എന്നൊക്കെ ആള് വന്ന് നോക്കുന്ന മീറ്റർ. റെഡി അല്ലേ? നമുക്കറിയാം എന്താണ് കിലോവാട്ട് ഹവർ മീറ്റർ. ഇനി റൈറ്റ് ടു അഡ്വാൻറ്റേജസ് ഓഫ് കണക്ടിങ് ഡിവൈസസ് ഇൻ പാരലൽ. നമ്മുടെ വീട്ടിൽ സീരീസ് ആയിട്ടാണോ പാരലൽ ആയിട്ടാണോ നോക്കുക മക്കളെ? സീരീസ് ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയടാ, ഒരു സ്വിച്ച് ഓഫ് ആക്കി ആ സർക്യൂട്ട് മൊത്തം ക്ലോസ് ആവില്ലടാ. അപ്പൊ പാരലൽ ആവുമ്പോഴുള്ള ഗുണം എന്താ? പാരലൽ ആവുമ്പോൾ എന്താ? സെയിം വോൾട്ടേജ് കിട്ടും എല്ലാവർക്കും അല്ലേ? എന്താണ് സെയിം വോൾട്ടേജ്? നമ്മൾ പഠിച്ചതാണ് എന്താ? പാരലൽ ആണെങ്കിൽ വോൾട്ടേജ് സെയിം ആണ്, സീരീസ് ആണെങ്കിൽ എന്താ? കറന്റ് ആണ് സെയിം. റെഡി അല്ലേ? ഇനി വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ELCB? എന്താ ELCBയുടെ ഫങ്ഷൻസ്? എന്താ? ഒന്ന് എന്താ? ദാറ്റ് ഈസ് അതുപോലെ തന്നെ എന്താണ്? ഓരോ ഡിവൈസിനും ഓരോ സ്വിച്ച് വരാന്നുള്ളതൊക്കെ എന്താണ്?
പാരലൽ സർക്യൂട്ടിന്റെ ഒരു ഗുണമാണ്. ഇനി ഇറ്റ് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ദ സർക്യൂട്ട് വെൻ ദർ ഇസ് എനി ലീക്കേജ് ഓഫ് ദ സർക്യൂട്ട്. അല്ലെ, ELCB വെക്കുകയാണെങ്കിൽ എന്താ, ഈ സേഫ് ആണ് അല്ലെ, ബ്രേക്കർ ELCB ബ്രേക്കർ എന്നൊക്കെ കേട്ടില്ലേ, റെഡി അല്ലേ? അതെന്താ, അതായത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പോൾ അവിടെ എന്താവും, അവിടെ ബ്രേക്ക് സംഭവിച്ച് സർക്യൂട്ട് എന്തായിരിക്കും, സേഫ് ആക്കി വെക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയേക്കുക. നോക്കിയേ മക്കളെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. റെഡി അല്ലേ? നോക്കിയേ, എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്? വിച്ച് among the following is a graphical representation of the output EMF in a DC generator? അല്ലെ, DC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഡയറക്റ്റ് കറന്റ് വരുന്നതാണ്. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഔട്ട്പുട്ട് EMF ഇൻ എ DC ജനറേറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. റെഡി അല്ലേ? അതായത് ഔട്ട്പുട്ട് EMF വരുന്നത് എന്താണ്, ദാറ്റ് ഈസ് എന്താണ്, ഗ്രാഫ് 3 അല്ലെങ്കിൽ ഫിഗർ 3 ആണ് വരുന്നത്. റെഡി അല്ലേ? റെഡി അല്ലേടാ? ചുവടെ കൊടുത്തവയിൽ DC ജനറേറ്ററിൽ നിന്ന് ലഭിക്കുന്ന EMFന്റെ ഗ്രാഫിക്കൽ എന്താണ്, ചിത്രീകരണമാണ് നമ്മളോട് ചോദിച്ചുള്ളത്. റെഡി അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയടാ. ഹൗ മെനി യൂണിറ്റ്സ് ഓഫ് എനർജി? എന്താണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്? അതായത് കിലോ വാട്ട് ഹവറിനെയാണ് എന്ത്, ഒരു യൂണിറ്റ് എന്ന് പറയാം. റെഡി. ഇനി കൺസ്യൂംഡ് ബൈ 10 വാട്ട് ബൾബ് ഇൻ 30 ഡേയ്സ് ഇഫ് ഇറ്റ് വർക്ക്സ് ഫോർ ദി 10 hours എവറി ഡേ. അതായത് 100 വാട്ട് പവറുള്ള ഒരു ബൾബ് ദിവസവും 10 മണിക്കൂർ വീതം പ്രവർത്തിപ്പിച്ചാൽ 30 ദിവസം കൊണ്ട് വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജത്തിന്റെ എത്ര യൂണിറ്റ് ആയിരിക്കും, എത്ര കിലോ വാട്ട് അവർ ആയിരിക്കും എന്നാണ്. റെഡി അല്ലേ? ഇത് ടോട്ടൽ ഇതാ പോലെ ഇടാം. റെഡി അല്ലേ? അതായത് കിലോ വാട്ട് ഹവർ ആക്കണം എന്നുള്ളൂ അല്ലെ. ടോട്ടൽ വാട്ട് കണ്ടിട്ട് ബൈ 1000 ചെയ്താൽ മതി. റെഡി അല്ലേ? നോക്കിയേ, ഇവിടെ എന്താ ഉള്ളത്, 100 വാട്ട് ഉണ്ട് അല്ലെ. എത്ര ദിവസം ഉണ്ട്, 30 ദിവസം ഉണ്ട്. ഒരു ദിവസം എത്ര യൂസ് ചെയ്യും, 10 വെച്ച് യൂസ് ചെയ്യും. ഇനി ബൈ 1000 ആക്കണം എന്തിനാ, കിലോ വാട്ട് അവർ. അപ്പൊ നോക്കിയേ, ഈ 3 zeros എന്ത് ചെയ്യും, പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയടാ, 30 കിലോ വാട്ട് ഹവർ കിട്ടി. ഇത്രയാണ് 30 കിലോ വാട്ട് ഹവർ എന്ന് കിട്ടി. എന്ത്, കൺസ്യൂംഡ് എനർജി അല്ലെങ്കിൽ ഉപയോഗിച്ച വൈദ്യുതോർജ്ജത്തിന്റെ അളവ് കിട്ടി. വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ അല്ലെ. അതായത് കൺസെപ്റ്റ് ഒന്നും അറിയാണ്ട് ലോജിക്കലി നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. നോക്കി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ഓഫ് എ മൈക്രോഫോൺ. മൈക്രോഫോണിന്റെ ഫിഗർ തന്നിട്ടുണ്ട്. റൈറ്റ് ദ നെയിം ഓഫ് ദി പാർട്സ് എ ആൻഡ് ബി ഇൻ ദി മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. അപ്പൊ എ ബിയുടെ പാർട്സ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൗ ഡസ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സൗണ്ട്സ് ആർ ജനറേറ്റ് ഇൻ ദ മൈക്രോഫോൺ. അതായത് നമ്മുടെ മൈക്രോഫോണിൽ നമ്മുടെ സൗണ്ടിനനുസരിച്ചുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിന്റെ വർക്കിംഗ് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ പറഞ്ഞ പോലെ തന്നെയാണ് എന്താ, മൂവിംഗ് കോയിൽ ആ മൈക്രോഫോണിന്റെ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. റെഡി അല്ലേ? ഇനി ഇവിടെ പാർട്സ് എന്താ, എ എന്ന് പറഞ്ഞാൽ എന്താടാ, ഡയഫ്രം ആണ്. ബി എന്ന് പറഞ്ഞാൽ എന്താ, അതായത് എ എന്ന് പറഞ്ഞാൽ ഔട്ടർ ഭാഗം ഡയഫ്രം, ഉള്ളിലുള്ളത് എന്താടാ, വോയിസ് കോയിൽ ആണ്. റെഡി അല്ലേ? ഇനി ഇവിടുത്തെ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യും. വെൻ ദ സൗണ്ട് ഈസ് ഇൻസിഡന്റ് ഓൺ ദ ഡയഫ്രം, ഡയഫ്രത്തിൽ സൗണ്ട് വരുമ്പോൾ എന്താണ്, ദ വോയിസ് കോയിൽ വിൽ ബിഗിൻ ടു വൈബ്രേറ്റ് അലോങ് വിത്ത് ദ ഡയഫ്രം. വോയിസ് കോയിലും കൂടെ വൈബ്രേറ്റ് ആവുന്നു. അങ്ങനെയാണെങ്കിൽ ദ വോയിസ് കോയിൽ ഈസ് വൈബ്രേറ്റ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഓഡിയോ സിഗ്നൽ വിൽ ബി ഇൻഡ്യൂസ്ഡ് ഡ്യൂ ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അവിടെ ഓഡിയോ സിഗ്നൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ അക്കോർഡിംഗ് ടു ദി സൗണ്ട് വേവ്, സൗണ്ട് വേവിനനുസരിച്ചിട്ട് ആ ഓഡിയോ വേവ്സ് അവിടെ ഉണ്ടാവുകയാണ്. റെഡി അല്ലേ? റെഡി അല്ലേടാ? നോക്കിയേ, ഇവിടെ ചോദിച്ചത് എന്താ, നോക്കിയേ, ശബ്ദം ഡയഫ്രത്തിന്മേൽ പതിക്കുമ്പോൾ ഡയഫ്രവും അതോടൊപ്പം എന്താണ്, അതായത് വോയിസ് കോയിലും ശബ്ദത്തിനാൽ എന്താണ്, പാതികമായി കമ്പനം ചെയ്യുന്നു. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ കാന്തിക മണ്ഡലത്തിൽ കമ്പനം ചെയ്യുന്ന വോയിസ് കോയിൽ വൈദ്യുത പ്രേരിതമാകുമ്പോൾ എന്താണ്, വൈദ്യുത സിഗ്നലും പ്രേരണം ചെയ്യപ്പെടുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ. എന്താണ്, എ ഡയഫ്രം ആണ്, ബി എന്നാണ് വോയിസ് കോയിൽ ആണെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചതാണ്. റെഡി അല്ലേ? ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയടാ. നോക്കിയേ, ഈ ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ. നോക്കിയേ, ഇവിടെ എ ആൻഡ് ബി തന്നിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട് നോക്കിയേ. ഇവിടെ എന്താ, ഡയറക്റ്റ് കറന്റ് ആണ്. ഇവിടെ AC വോൾട്ടേജ് കറന്റ് ആണ് തന്നുള്ളത്. റെഡി അല്ലേ? രണ്ടിൽ എന്താണ്, ബൾബ് 3 വാട്ട് ബൾബാണ്. റെഡി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, ബൾബ് ഇൻ വിച്ച് സർക്യൂട്ട് വിൽ ഗ്ലോ വിത്ത് ലോ ഇന്റൻസിറ്റി. എന്താണ്, ബൾബ് ഇൻ വിച്ച് സർക്യൂട്ട് വിൽ ഗ്ലോ വിത്ത് ലോ ഇന്റൻസിറ്റി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദ ഡിക്രീസ് ഇൻ ദ ഇന്റൻസിറ്റി. ഇന്റൻസിറ്റി കുറയാനുള്ള കാരണം എന്താണെന്നാണ് ചോദ്യം. റെഡി അല്ലേ? ഇവിടെ DC ആണ്, ഇവിടെ എന്താണ്, AC ആണ്. അപ്പൊ നമുക്കറിയാം എന്താണ്, സർക്യൂട്ട് ബിയിലാണ് എന്ത് ചെയ്യുക, ലോ ഇന്റൻസിറ്റി. എന്താ കാരണം നോക്കിയേ, സർക്യൂട്ടിലെ കറന്റ് AC ആണ്. AC എന്ന് പറഞ്ഞാൽ എന്താ, ബാക്ക് EMF വിൽ ബി പ്രൊഡ്യൂസ് ഡ്യൂ ടു സെൽഫ് ഇൻഡക്ഷൻ. അപ്പൊ നമ്മൾ പഠിച്ചൊരു കൺസെപ്റ്റ് ആണ്. അവിടെ എന്തുണ്ടാവും, ബാക്ക് EMF ഉണ്ടാവില്ലേ, പ്രതിരോധിക്കാൻ വേണ്ടി വേറെ EMF ജനറേറ്റ് ആവും. അതെന്താ, റിഡക്ഷൻ ഇൻ ദ ഇന്റൻസിറ്റി ഓഫ് ദ കറന്റ്, ഇൻഡ്യൂസ്ഡ് കറന്റിനെ പ്രതിരോധിക്കുന്ന ആളാണ് ആര്, ബാക്ക് EMF. റെഡി അല്ലേ? അതായത് നമ്മളോട് പറഞ്ഞ എന്താടാ, അതായത് സർക്യൂട്ട് ബിയിലാണ് അങ്ങനെ ഉണ്ടാവുക. കാരണം വൈദ്യുതി AC ആയതിനാൽ സെൽഫ് ഇൻഡക്ഷൻ മൂലം അതിൽ എന്തുണ്ടാവും, ബാക്ക് EMF എന്ന വില്ലൻ ഉണ്ടാവും അല്ലെ, ഉണ്ടാവുകയും തൽഫലമായി എന്താണ്, സഫല വോൾട്ടേജിന്റെ അളവ് കുറയുകയും ചെയ്യും അല്ലെ. എന്താണ്, കുറയുകയും ചെയ്യും. എഫക്റ്റീവ് വോൾട്ടേജ് എന്ത് ചെയ്യണം, കുറയും. റെഡി അല്ലേ? നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് ഫിഗർ റെപ്രസെന്റ് ദ ട്രാൻസ്ഫോമർ വിത്ത് നോ പവർ. ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ് തന്നുള്ളത്. റെഡി അല്ലേ? നോക്കിയേ, 2000 ടേൺസിൽ എന്താണ്, 500 ടേൺസ് ആണ് യൂസ് ചെയ്തത്. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് വിച്ച് ടൈപ്പ് ഓഫ് എ ട്രാൻസ്ഫോമർ എന്താണ്, അതായത് നമുക്കറിയാം ടേൺസിന് എണ്ണം കുറയുകയാണെങ്കിൽ എന്താണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. എന്താണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഇനി നെയിം ദ പ്രിൻസിപ്പിൾ ഓൺ വിച്ച് ദ ട്രാൻസ്ഫോമർ വർക്ക്സ്. എന്താ, മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ബേസിലാണ് അല്ലേ. അതായത് ഇവിടെ ഇൻഡ്യൂസ്ഡ് ആവുന്നത് ഇപ്പുറത്ത് ഇൻഡ്യൂസ്ഡ് ആവുക. അതായത് മ്യൂച്വലി എന്താണ്, സെൽഫ് ഇൻഡക്ഷൻ അല്ല, എന്താണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. നോക്കിയേ, ഇഫ് ദ ഔട്ട്പുട്ട് ഫ്രം ദ സെക്കൻഡറി വോൾട്ടേജ് ഇസ് 50 വോൾട്ട്
then what will be the input voltage, what will be the current? റെഡി അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണല്ലോ. നോക്കിയേ, നമുക്ക് വോൾട്ടേജ് നമ്പർ ഓഫ് ടേൺസ് എങ്ങനെ റിലേഷൻ നോക്കിയേ, എന്താ, ദാറ്റ് ഈസ് വോൾട്ടേജ് സെക്കൻഡറി ബൈ വോൾട്ടേജ് പ്രൈമറി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറി ബൈ നമ്പർ ഓഫ് ടേൺസ് പ്രൈമറി. നമ്മളോട് ഇവിടെ ചോദിച്ചത് ഇൻപുട്ട് വോൾട്ടേജ്, അതായത് പ്രൈമറി വോൾട്ടേജ് ആണ് നമ്മളോട് ചോദിച്ചുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രൈമറി വോൾട്ടേജ് ഞാൻ ഈ സൈഡിലേക്ക് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ക്വാണ്ടിറ്റീസ് ഇപ്പുറത്തോട്ട് വരും അല്ലെ, റെസിപ്രോക്കൽ ആയിട്ട് വരും. അങ്ങനെയാണ് ഞാൻ എനിക്ക് എഴുതുന്നത് എന്താ, വോൾട്ടേജ് പ്രൈമറി ഇസ് ഈക്വൽ ടു വോൾട്ടേജ് സെക്കൻഡറി ഇൻറ്റു നമ്പർ ഓഫ് പ്രൈമറി ബൈ നമ്പർ ഓഫ് സെക്കൻഡറി. റെഡി അല്ലേ? ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്? വോൾട്ടേജ് പ്രൈമറി ഈസ് ഈക്വൽ ടു 200 വോൾട്ട് എന്ന് സിമ്പിൾ ആയിട്ട് കിട്ടും. പവറിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ, ദാറ്റ് ഈസ് പവർ ഈസ് ഈക്വൽ ടു എന്താണ്, വി ഐ എന്ന് പഠിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ, പ്രൈമറിയിലുള്ള പവർ അല്ലേ, അപ്പൊ പ്രൈമറി പവർ ഈസ് ഈക്വൽ ടു എന്താ, വോൾട്ടേജ് പ്രൈമറി ഇൻറ്റു കറന്റ് പ്രൈമറി. റെഡി അല്ലേ? അപ്പൊ ഇവിടെ തന്നുള്ള എന്താ, ഇലക്ട്രിക് പവറിൽ തന്നിട്ടുണ്ട്. അപ്പൊ അതിന് റീഅറേഞ്ച് ചെയ്ത് നോക്കിയേ നോക്കിയേ നോക്കിയേ, പ്രൈമറി പവർ ഈസ് ഈക്വൽ ടു എന്താ, പ്രൈമറി വോൾട്ടേജ് ഇൻറ്റു എന്താ, പ്രൈമറി കറന്റ്, എന്താണ്, പ്രൈമറി കറന്റ്. റെഡി? അങ്ങനെയാണെങ്കിൽ എന്താ, പ്രൈമറി കറന്റ് ഈസ് ഈക്വൽ ടു 0.05 ആംപിയർ എന്ന് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ. റെഡി അല്ലേ? നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. റെഡി അല്ലേ? ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് റോൾ വിൽ ഗിവ് ദ ഡിറക്ഷൻ ഓഫ് ദ കറന്റ് പ്രൊഡ്യൂസ്, അതായത് ഇൻഡ്യൂസ് കറന്റ് വെൻ കണ്ടക്ടർ മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദി മാഗ്നറ്റിക് ഫീൽഡ്. ഏതാടാ? ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കി, ഓൾമോസ്റ്റ് ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. നോക്ക്, ഐഡന്റിഫൈ ദ റിലേഷൻ ഫ്രം ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ സ്യൂട്ടബിളി. അതായത് ഫസ്റ്റ് പെയർ നോക്കുക അല്ലെ, ബന്ധം കണ്ടെത്തി അനുയോജ്യമായത് പൂരിപ്പിക്കാനാണ് ചോദ്യം. മൂവിംഗ് കോയിൽ മൈക്രോഫോണിൽ സൗണ്ട് എനർജി എന്തായി മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആവുന്നു. അങ്ങനെയാണെങ്കിൽ പവർ ജനറേറ്ററിൽ എന്താണ്ടാവുന്നത്? പവർ ജനറേറ്റർ നമുക്ക് അറിയാലോ, മെക്കാനിക്കൽ എനർജി യൂസ് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാ? ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യുന്നത്. അതായത് യാന്ത്രികോർജ്ജം, മെക്കാനിക്കൽ എനർജി എന്താക്കി മാറ്റുന്നു? വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. റെഡി അല്ലേ? സിമ്പിൾ അല്ലടാ? അപ്പൊ മക്കളെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി കറന്റ് ഓഫ് ട്രാൻസ്ഫോമർ 2 ആംപിയറും 4 ആംപിയറും തന്നിട്ടുണ്ട്. അതായത് പ്രൈമറി കറന്റ് ഐ പി എന്താ, 2 ആംപിയർ ആണ്. സെക്കൻഡറി കറന്റ് ഐ എസ് എന്താടാ, 4 ആംപിയർ ആണ്. റെഡി? ഇനി വോൾട്ടേജ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ വോൾട്ടേജ് സെക്കൻഡറി എന്താണ്, 100 വോൾട്ട് ആണ്. നമ്മളോട് ചോദിച്ചു നോക്കിയേ, ഇവിടെ കറന്റ് കൂടുകയല്ലടാ, കറന്റ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റെപ്പ് ഡൗൺ ആണല്ലേ. വോൾട്ടേജ് കുറയുക, അതായത് കറന്റ് കൂടും. അങ്ങനെയാണ് എന്ത് ചെയ്യുക, ആ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ ഉണ്ടാവുക. റെഡി അല്ലേ? ഐഡന്റിഫൈ ദ ട്രാൻസ്ഫോമർ, അതായത് കറന്റ് കൂടി വോൾട്ടേജ് കുറഞ്ഞു, ഏതാ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. റെഡി? കാൽക്കുലേറ്റ് ദ പ്രൈമറി വോൾട്ടേജ് അല്ലെ, പ്രൈമറി വോൾട്ടേജ് കണ്ടെത്താൻ ചോദ്യം. എന്താ റിലേഷൻ, എന്താ പറഞ്ഞേ? ദാറ്റ് ഈസ് പ്രൈമറി വോൾട്ടേജ് ബൈ സെക്കൻഡറി വോൾട്ടേജ് ഈസ് ഈക്വൽ ടു സെക്കൻഡറി കറന്റ് ബൈ എന്താണ്, പ്രൈമറി കറന്റ് അല്ലേ. ഇനി എന്താ, സെക്കൻഡറി വോൾട്ടേജ് അങ്ങോട്ട് എടുത്താൽ ഇക്വേഷൻ എന്തായി മാറൂടാ, പറഞ്ഞോ? ദാറ്റ് ഈസ് ഇക്വേഷൻ എന്തായി മാറും? നമ്മൾ വാല്യൂസ് ഇവിടെ ഉണ്ട്. ദാറ്റ് ഈസ് വോൾട്ടേജ് പ്രൈമറി ഈസ് ഈക്വൽ ടു സെക്കൻഡറി എത്രയാണ്, 4 ആണ്. പ്രൈമറി എത്രയാണ്, 2 ആണ്. ഇൻറ്റു സെക്കൻഡറി വോൾട്ടേജ് എത്രയാണ്, 100 ആണ്. റെഡി അല്ലേ? ഇത് ക്യാൻസൽ ചെയ്താൽ 54 into 50 എത്ര വരും? 200 വോൾട്ട് എന്ന് വരും. റെഡി അല്ലേ? 200 ഉള്ളത് 100 ആയതാണ് അല്ലേ? 200 ഉള്ളത് എന്തായി, 100 ആയതാണ്. മീൻസ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. റെഡി അല്ലേ? നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായി പഠിക്കുക. ഈ ലാസ്റ്റ് ലാപ്പ് റിവിഷനിൽ നന്നായി പഠിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ നല്ലൊരു സ്കോറിലേക്ക് എത്തുക, A+ മേടിക്കുക. ഓക്കെ, റെഡി? താങ്ക് യു.